ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഒരു വ്യൂ പോയിന്റ് തവീൻ ബീച്ചിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വിഷ്വലാണ് നമുക്ക് കാണുന്നത് ഗൈസ്. എൻ്റെ മോനെ ഏത് ജാതി തവീൻ ബീച്ചിലേക്ക് പോകുന്ന ഫെറി കണ്ടുപിടിക്കണം. പക്ഷെ അലഞ്ഞു തിരിഞ്ഞ് കണ്ടുപിടിക്കുന്ന എൻ്റെ സുഖം വേറെ മറന്നിട്ടൊക്കെയാ ഒരു ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഹൈറ്റിലായിട്ടാണ് ഉള്ളത്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അതാ ഡേഞ്ചറസ് ബെൻഡൊക്കെയാണ്, വീണ് കഴിഞ്ഞാൽ അതേപോലെ പൊട്ടുമെന്നൊക്കെ എഴുതിയിട്ടില്ല. അയ്യോ ഇതൊരു ഒടുക്കത്തെ കയറ്റാൻ ഇത്തിരി പണിയുണ്ട് കയറി വരാൻ. സാലീസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ തന്നെ പ്രയാണം തുടങ്ങി. ഫസ്റ്റ് 6 മണിക്കെല്ലാം ഇറങ്ങണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു 7:30 കയറി, അത് കുഴപ്പമില്ല. അപ്പം നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് ആദ്യം കോറൽ ഐലൻഡിലേക്കാണ്. 7:30 മണിക്ക് ഒരു ഫെറി. ഇന്നലത്തെ അവസ്ഥ, രാത്രിയത്തെ അവസ്ഥ, ഈ ഭാഗത്തെല്ലാം ഫില്ലായിട്ട് ആൾക്കാരും ബഹളവും DJയും എന്താ വേണ്ട മൊത്തം പാടായിരുന്നു. ഇന്നത്തെ രാവിലത്തെ അവസ്ഥ നോക്കിയാൽ ഒരു മനുഷ്യനില്ല. അയ്യോ, വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ആ ബോർഡാണ്. അപ്പോൾ ഇതാണ് വാക്കിംഗ് സ്ട്രീറ്റ്. ഇന്നലത്തെ വാക്കിംഗ് സ്ട്രീറ്റും ഇന്നത്തെ വാക്കിംഗ് സ്ട്രീറ്റും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതാണ്. നമ്മളെ 7ൻ്റെ ഷോപ്പ് അതാ. ഇത് ശരിക്കും ആക്റ്റീവ് ആ ഒരു രാത്രി 7 മണി മൊത്തത്തിൽ ഒരു 12-1 മണി ആ ഒരു ടൈമിലാണ്. ബാക്കി ഈ സമയത്തെല്ലാം ശരിക്കും ഡെഡായിട്ട് കിടക്കുന്നത്. നമ്മളെ ടുക്ക് അഥവാ ഈ റോഡെല്ലാം കണ്ട നല്ല കട്ടയെല്ലാം വിരിച്ചിട്ട് നല്ല കളറടിച്ച് അടിപൊളി സെറ്റാക്കിയിട്ട് കണ്ട. നല്ല തിരക്കെല്ലാം ഉണ്ടായിരുന്നു. ആ പട്ടായ സിറ്റി സൈൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡില്ലേ, അവിടം വരെ നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ ഇത് കണ്ട ഒരു കുത്തനെയുള്ളൊരു ബിൽഡിങ് കണ്ട, പുതിയതാ, ഓപ്പണൊന്നും വയ്ക്കില്ല. ഇപ്പം നമുക്ക് ഇവിടുന്ന് സാധാ നോർമൽ ഫെറീൻ്റെ ടൈമിങ് നമ്മൾക്ക് ജസ്റ്റ് തെറ്റി, എന്നാലും സാരില്ല. നമുക്കൊരു റേറ്റ് 30 ഭാഗത്താണ് ഒരാൾക്ക്, നമ്മൾ 3 ആൾ. അതുപോലെ അതിൻ്റെ ടൈമിങ് ഇനി നെക്സ്റ്റ് ടൈം ഏതാണെന്ന് അറിയണം, ടിക്കറ്റ് എടുക്കണം. നമുക്ക് കോറൽ ഐലൻഡിലേക്ക് പോകണം. അപ്പോൾ ഇവിടുത്തെ ടൈമിങ് എന്ന് പറയുന്നത് കുറേ ഐലൻഡിൽ കുറേ ഭാഗത്തേക്ക് പോകുന്ന ഒരു ടൈമിംഗ് ആണ്. 6:30 7:30 കോലാൻ നമ്പാൻ പിയർ എന്നോരോ സൈഡ് ഉണ്ടാവില്ലേ, അതിനുള്ള പേരായിരിക്കും. നമ്പാൻ പേരിലേക്ക് 7 മണിക്ക് കഴിഞ്ഞിട്ട് പിന്നെ 10 മണി. നോക്കിയേ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാ. നമ്മളെ പട്ടായ സിറ്റി സൈൻ്റെ ബോർഡാണ് അവിടെ. ഇത് ഇപ്പം ഉള്ളതെന്ന് വെച്ചാൽ തവീൻ ബീച്ചിലേക്ക് ഒരു 8 മണിക്കൊരു ഫെറി എടുക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ഏകാഴ്ച നോക്കാം. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ മാത്രമാണ് അലഞ്ഞു തിരിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാർ പോലെ തോന്നുന്നുള്ളൂ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് എത്ര ടൂറിസ്റ്റുകളാണ്. ഇവരെല്ലാം ആ ഒരു ഐലൻഡ്, കോലാൻ ഐലൻഡിലേക്ക് പോകുന്ന ആൾക്കാരട്ടാ. ഇത് കണ്ട ഇപ്പുറത്തെ സൈഡ് ഇതൊക്കെ സ്പീഡ് ബോട്ടുകളാണ്. എൻ്റെ മോനെ, ഇത് എത്ര സ്പീഡ് ബോട്ടുകളാണ്. നിറച്ചു ആക്ടിവിറ്റീസാണ്. എനിക്കൊന്ന് ഇവിടെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് തോന്നും. അതേപോലെ തന്നെ ഈ കോലാൻ ഐലൻഡിലും ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ഒരു സ്പീഡ് ബോട്ടുകളില്ലേ, അത് എന്ന് വെച്ചാൽ ഇവർ ഓരോ പാക്കേജുകൾ എടുത്തിട്ട് ആ ഐലൻഡിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ഈ പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെട്ടി എന്നാണ് അർത്ഥം. ജെട്ടിയിലെ ബോട്ട് ജെട്ടി. നമ്മളാ സിറ്റി സൈൻ്റെ ബോർഡാണ്. തവീൻ ബീച്ചിലേക്ക് പോകുന്ന ഫെറി കണ്ടുപിടിക്കണം. പക്ഷേ അലഞ്ഞു തിരിഞ്ഞ് കണ്ടുപിടിക്കുന്ന എൻ്റെ സുഖം വേറൊരു ഇതാണ്. ഈ ജെട്ടികളുണ്ടല്ലോ, ജെട്ടികൾ അതാ. ഈ കോലാൻ കുറേ ഭാഗത്തായിട്ട് ABC എന്നൊക്കെ കാണുന്നുണ്ട്. അത് ഓരോ ജെട്ടികളായിരിക്കും അധികം. അപ്പോൾ ഗൈസ് കുറേ നടന്നതിന് ശേഷം നമുക്ക് 8 മണിക്ക് പോകാനുള്ള പട്ടായ ടു തവീൻ ബീച്ചിലേക്ക് പോകുന്ന ഫെറി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത് അവിടെ നിന്നോ ടിക്കറ്റ്. ജനറൽ ഫിയർ ആയതട്ടാ, അടിപൊളി. ലോക്കലായിട്ടുള്ള യാത്ര. അറിയാവുന്ന മുറിയൻ ഇംഗ്ലീഷിൽ
ചോദിച്ചു നോക്കിക്ക് റിട്ടേൺ എവിടെയാന്ന് ടിക്കറ്റ് കിട്ടുമെന്ന്. അപ്പോൾ അത് 30 തായ് ഭാഗത്ത് കൊടുത്തിട്ട് നമ്മൾ ഐലൻഡിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ 3 ആൾക്ക് 90 ഭാഗത്തിനാണ് നമ്മൾ വൺ സൈഡ് കോലാൻ ഐലൻഡിലേക്ക് പോകുന്നത്. നമ്മൾ വന്ന ഒരു ബോട്ട് ജെട്ടിയാണ്, നമ്മൾ വന്ന ഒരു ഹാർബർ ഇതിലെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവരാണെന്ന് എന്തോ ഒറ്റപ്പാടാക്കിയ കുറേ ആൾക്കാർ വീണ്ടും പാഞ്ഞു വരുന്നുണ്ട്. സമയമായി എന്ന് പറഞ്ഞിട്ടാന്ന് തോന്നുന്നു വിളിക്കുകയായിട്ടും ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്താണ്. ഇവിടുന്ന് 7.5 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ആ ഒരു ഐലൻഡിലേക്ക് പോകാൻ, കോലാൻ ഐലൻഡിലേക്ക്. അതേപോലെ തന്നെ ഒരു അരമണിക്കൂറാണ് ഈ ഫെറി ഇവിടുന്ന് അവിടത്തേക്കുള്ളൊരു സമയം എടുക്കുന്നത്. ഫ്ലോട്ടിങ് ഓറിയന്റൽ ഓഷ്യൻ എന്ന് പറയുന്നൊരു സംഭവം ഭയങ്കര നമുക്ക് കിട്ടേണ്ടിയിരുന്ന സ്ഥലമായിരുന്നു അത്. ആ ഒരു ഐറ്റം അല്ലേ, അവിടെ ഒന്ന് പോകണമായിരുന്നല്ലോ നമുക്ക്. ഓറിയന്റൽ ഓഷ്യൻ എന്ന് പറയുന്നത് ഐലൻഡ് അതാണെന്ന് തോന്നുന്നു കേട്ടോ. മഞ്ഞിൽ കുറേ ഐലൻഡുകൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് സാധ്യത. നമ്മളെ കടത്തിയിട്ടൊരു സ്പീഡ് ബോട്ട് പോകുന്നുണ്ടോ. അതുപോലെ തന്നെ ഓരോ പാക്കേജസ് എടുത്തിട്ട് പോകുന്ന ടീം മറന്നിട്ടൊക്കെയാണ് പോകുന്നത്. ആക്ച്വലി ഭയങ്കര സംഭവമാണ് ഇത്. ഈ വേവ്സിന് കണക്കായിട്ട് ഇവിടുന്ന് വെള്ളമെല്ലാം മേത്തൊക്കെ തെറിക്കുന്നത്. നമ്മളെ ആ ഒരു സ്ഥലത്ത് വന്നിട്ട് ആ ഒരു ഐലൻഡിൽ 2 ഗ്രാമങ്ങൾ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഈ ഗ്രാമത്തിൽ അവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണെന്നത് ആക്ച്വലി ഇത് ഈ ഒരു ഫെറി. ഇതിന് ശരിക്കുള്ള അവസ്ഥ വരികയാണെങ്കിൽ അടിപൊളി അടിപൊളി. പോലെ ആൾക്കാരുണ്ട്, ട്രാവലേഴ്സ്. ടൂറിസ്റ്റുകളല്ല ഇവിടെ നമ്മത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഈ ഗ്രാമവാസികളെക്കാട്ടും കൂടുതൽ ഇവിടെയുള്ളത് ഈ ടൂറിസ്റ്റുകൾ തന്നെയാണ്. ടൂറിസ്റ്റുകൾ മെയിനായിട്ട് ഈ ഒരു യാത്ര എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ കോലാൻ ഐലൻഡിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ കോലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോറൽ ഐലൻഡ് എന്നും കൂടി വിളിക്കും. അപ്പം പവിഴപ്പുറ്റുകൾ നിറഞ്ഞ ആ ദ്വീപിലേക്ക് നമ്മൾ യാത്രയാകുന്നു ഗൈസ്. ചുറ്റിലും ചെറിയ ചെറിയ വേറൊക്കെ ദ്വീപുകളൊക്കെ ഉണ്ട്. ആ ഭാഗത്തായിട്ടുള്ള ദ്വീപിലാണ് ഇപ്പോൾ ഇവിടെ എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനജീവിതം ഉള്ള ഒരു ദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു ചെറിയൊരു ഐലൻഡ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് വേറൊരു ഐലൻഡ് കൂടി ഉണ്ട്. ഇതിൻ്റെ ഒരുപാട് ഐലൻഡുകൾ ഉണ്ട് കേട്ടോ. ഇതൊരു ഐലൻഡ്, അതിൻ്റെ പിന്നിൽ വേറൊരു ഐലൻഡ് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് വേറെ ഒരു ഐലൻഡ് ഉണ്ട്. ഏകദേശം നമ്മളിവിടെ ഐലൻഡിലെത്താനായി. ഏകദേശം നമ്മളൊരു 3/4 മണിക്കൂർ എടുത്ത് ഇവിടുത്തെ ഈ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഫെറി എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തായിട്ട് അടുപ്പിക്കും. നല്ല ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഭാഗത്തായിട്ട്. ഈ ബീച്ചിൽ നല്ല തിരക്ക്. രാവിലെ 8:45 ആകുമ്പോഴത്തേക്കും ഈ ഭാഗത്തുള്ള നല്ല ആൾക്കാർ നിറഞ്ഞു കിടക്കുകയാണ്. ബനാന റൈഡ് കേട്ടോ, ബനാന റൈഡ്, ജെറ്റ് സ്കീ. ഓ മൈ ഗോഡ്, പൊളി. ഓ മാൻ, അടിപൊളി അടിപൊളി. എൻ്റെ ഒരു ഇതിൽ ഇവിടെ അടുപ്പിക്കട്ടെ. വേറെയും ബോട്ടുകളൊക്കെ നേരത്തെ വന്ന ബോട്ടുകളാണെന്ന് തോന്നുന്നു ഇവിടെയുണ്ട്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറും ഒക്കെ അടിപൊളി പച്ച കളർ. അപ്പോൾ നമ്മളിവിടെ നമ്മളെ ഫെറിയിൽ നിന്നിറങ്ങി നമ്മൾ ഐലൻഡിലേക്ക് പോവാന്ന്. ഫെറിയിലൊക്കെ നമ്മളെടുത്തു ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ ഫെറിയിൽ തന്നെ ഏകദേശം ഫുള്ളായിട്ട് ആൾക്കാരാണ്. അടിപൊളിയാണല്ലോ ലഗേജ് വണ്ടി. അപ്പോൾ ഇതാണ് ഗേസ് നമ്മളെ കോലാൻ ഐലൻഡ്, കോറൽ ഐലൻഡ്. ഇവിടെ ഒരാൾ മീനെല്ലാം പിടിക്കുന്നുണ്ട് കേട്ടോ, ചൂണ്ടിട്ടുന്നുള്ള.
അതിൽ പേഴ്സണൽ റിസോർട്ടുകളായിരിക്കും ഇതല്ലോ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ഈ ഒരു സംഭവം കണ്ട, ഇത് എനക്കൊന്ന് നൈറ്റിൽ നല്ല രസമുണ്ടാവും, കാരണം ബൾബൊക്കെ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലുണ്ട്. ഇതിൻ്റെ വേറെ ഒരു ഷീറ്റ് ഇട്ടൂടെ എന്നെ ഒളിവിലേക്ക് ഇല്ലടാ, മോഡലാ. എന്നാലും വെയിൽ കൊള്ളിക്കാണ്ടിരിക്കാനൊരു എന്തെങ്കിലും. എൻ്റെ മോനെ ഇവിടുത്തെ ഇതൊക്കെയാ വെള്ളത്തിൻ്റെ കളർ നോക്കിയേ. അയ്യോ, പനിനീർ പോലത്തെ വെള്ളാട്ടോ ഇവിടെ ഉള്ള. എന്താ ക്ലിയർ. നമുക്ക് മീനെല്ലാം പോകുന്ന വഴിയൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അടിപൊളി മോനെ, അടിപൊളി. ഇവിടുത്തെ രാജാവായിരുന്നു. ഇവിടെ വന്നിട്ട് രാജഭരണം, പട്ടാള ഭരണം. ഇവിടെ രാജാവുണ്ട്. ഇഷ്ടം പോലെ ബൈക്ക് റെന്റിന് കിട്ടുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ബൈക്ക് എടുത്തിട്ട് പോവാം. ഇത് വേണ്ട, ഇവിടെ ഇരിക്കുവാനുള്ള ഇഷ്ടം പോലെ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചോണ്ട. ആ, നല്ല ബങ്കി റൈഡിന് വന്നിട്ട് 1 മണിക്കൂറിന് 400 ബാത്ത്, 2 സീറ്റുള്ളതിന്. 4 സീറ്റിൽ വന്നിട്ട് 600 ബാത്ത്. അതിൻ്റെ അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോലാനിലുള്ള റൂട്ട് മാപ്പ് ഇവിടെയുണ്ട്. ചുറ്റിലുള്ള ബീച്ചിൻ്റെ പേരും അതുപോലെ അവിടെയുണ്ട്. ഈ ഭാഗത്തായിട്ട് ഹോട്ടലുകളും കുറേ ഷോപ്പുകളും ഒക്കെ ഉണ്ട്. ഈ ഭാഗത്തായിട്ട് ടൂറിസ്റ്റുകൾ ഇതായിട്ടുള്ളതുകൊണ്ട് നല്ല ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചിലപ്പോൾ നല്ല റേറ്റ് ആയിരിക്കും എല്ലാ സാധനത്തിനും, കാരണം അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ട് സെയിൽ ചെയ്യുന്നതല്ലേ. എവിടെയാണ് പോകുന്നത്? ഡോൺ വേസ്റ്റ് അവർ ടൈം. ബീച്ച് റിസോർട്ട് റെസ്റ്റോറൻറ്റ്. 2 കരിക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ച്. കരിക്കല്ല, ഇളനീനായിക്കോന്നൊന്നും അറിയില്ല. എന്നുവെച്ചാൽ നല്ല ദാഹം. ഇവിടെ 70 ബാത്താണ് ഒരെണ്ണത്തിന്. നമുക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ 50 ബാത്തിന് കിട്ടും. നമ്മളിവിടുന്ന് 1 മണിക്കൂറേക്ക് ബൈക്ക് റെൻ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ബൈക്ക് നോക്കിയിട്ട് ഇവിടുന്ന് റെൻ്റ് എടുക്കാം. നമുക്ക് 1 മണിക്കൂർ പോയിട്ട് കവർ ചെയ്യുന്നതേ ഉള്ളൂ. 100 രൂപ. ഈ സമയത്ത് കുടിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വിശപ്പുള്ള സമയത്ത് കുടിക്കുമ്പോഴേ നമ്മളെ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഒരു ബൈക്ക് റെൻ്റ് എടുക്കാൻ പോയപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തിനും ബാർഗെയിൻ ചെയ്തോളാം. 1 മണിക്കൂറത്തെ ഈ ഒരു ബൈക്കിൻ്റെ റൈഡിന് വന്നിട്ട് ഫ്യൂവൽ അടക്കം ഇതിൽ വാങ്ങിക്കുന്നത് വെച്ചാൽ 200 ബാത്താണ്, ഏകദേശം നാട്ടിലത്തെ 450 രൂപ. നമ്മൾ ഇപ്പോൾ 1 ഡേ ഇവർ പറഞ്ഞൊരു 300 ബാത്ത് 1 ഡേ പറഞ്ഞു. എനിക്കറിയാം അത്രയും നമ്മൾ നിൽക്കൂല. അപ്പം നമ്മളത് പേശിയിട്ട് ഒരു 250 ബാത്തിന് നമുക്ക് എന്താക്കി ഒരു ഡേ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചുറ്റിലൊന്ന് വീഡിയോ എടുത്തേക്കാം. അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കൂട്ടറിലാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത്. നമ്മൾ 8 മണി മുതൽ ഒരു 11-12 മണി വരെ നമുക്ക് ഇവിടത്തേക്ക് ഫെറി വരും. പക്ഷെ റിട്ടേൺ വന്നിട്ട് 1 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മണി മുതൽ 1 മണി, 2 മണി, 3 മണി, 4 മണി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ആ ടൈമിലാണ് നമുക്ക് ഫെറി കിട്ടുന്നത്. അപ്പം അതൊരു സീനാണ് ഗൈസ്. ഇഷ്ടം പോലെ ഇതൊക്കെ വണ്ടികൾ കംപ്ലീറ്റ് റെൻ്റൽ വണ്ടികളാണ്. അപ്പൊ ഗൈസ് ബീച്ചോരത്തിൽ കൂടെ നമ്മൾ 3 പേരും അടിപൊളി മോനെ, അടിപൊളി. അവിടെയൊക്കെ നല്ല ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. അടിപൊളി, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് ഗൈസ്. നമ്മുടെ സൈഡൊക്കെ ഇത് എത്രയാണോ ഈ സ്പീഡ് ബോട്ടൊക്കെ, ഇത് എത്രയാണോ. അപ്പൊ ബഗീർ നമുക്ക് കുറച്ചും കൂടെ ഒരു 3-4 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാൻ വരുന്നത്. ഇപ്പം മൊത്തം ആയതുകൊണ്ട് നമുക്ക് അത്ര വലിയ സീനില്ല. നമ്മൾ ബൈക്കിൽ മേലെ മൊത്തവനെയും പിടിച്ചിട്ട് കയറ്റിയിട്ട്. ഇത് ഒറിജിനൽ മാംഗോ ആണോടാ? നല്ല വലിപ്പമുണ്ട് മാംഗോ. നമുക്കൊന്ന് ട്രൈ ചെയ്യണം. ആ, കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും കുറച്ചും കൂടി ആൾക്കാർ കൂടുവിടും. അപ്പോൾ ഇവിടെ നമുക്ക് ബ്ലോക്ക് കണ്ടു ഗൈസ്. അവിടെ അങ്ങോട്ട് വഴിയില്ല.
നമ്മൾ കോറലായാലും പെട്ട കേസ് അങ്ങോട്ട് വഴിയില്ല. ബുദ്ധ സ്റ്റാച്ചു ഇല്ലേ അപ്പൊ നമ്മള് ഇവിടെ നിന്നായിട്ട് നമുക്ക് ലെഫ്റ്റ് കാണുന്ന റോഡിൽ ഏതാണെങ്കിലും കയറ്റിക്കോ. നമുക്ക് ഈ വണ്ടി ഏകദേശം നമ്മളെല്ലാ സ്ഥലത്തിലും പോയതിന് ശേഷം നമുക്ക് ഈ ബീച്ചിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ചു നേരം അർമാദിക്കണം ഗേയ്സ്, അർമാദിക്കണം. അതിന്റെ മണ്ടയിലാണ് നമ്മളെ ആ ബുദ്ധന്റെ സ്റ്റാച്ചു ഉള്ളത്. അപ്പൊ നമ്മളെ തവീൻ ബീച്ച് ആണ് ഇത്. ഇവിടെ 7ഓളം ബീച്ചുകളുണ്ട് കേട്ടോ, 7ഓളം ബീച്ചുകളുണ്ട്. നമുക്ക് ഓരോ ബീച്ചിലായിട്ട് പോവാം. നമ്മള് ഒരു 9:15 നമ്മൾ ഇവിടുന്ന് ബൈക്ക് റെന്റിനെടുത്ത്. ഇത് നമുക്ക് ചെറിയ പൈസക്ക് ട്രാവൽ ചെയ്യാം കേട്ടോ. ഇത് ഈ സാധനത്തിൽ നമുക്ക് ചെറിയ പൈസക്ക് ട്രാവൽ ചെയ്യാം. ഒരു 10 ബാത്ത് 20 ബാത്ത് അങ്ങനെ വന്നു റേറ്റ് വന്നിട്ട്. അപ്പൊ ഇങ്ങോട്ടേക്ക് ബങ്കിക്ക് പ്രവേശനമില്ല, പക്ഷെങ്കിൽ ബങ്കി എനിക്ക് സ്പേസിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ നമുക്ക് ഇതിലെ ഒന്ന് പോയേക്കാം. നമ്മളെ ബൈക്കാണല്ലോ, ബൈക്ക് വന്നിട്ട് എല്ലാ റൂട്ടിൽ കൂടെ പോകാൻ പറ്റും. ഇത് ബങ്കിക്ക് പോകാണ്ട് കണ്ടിട്ടുള്ള ഒരു ഇതായിരിക്കും കേട്ടോ. അപ്പോൾ ബങ്കി കയറൂലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു സംഭവമാണ്. ദുസ്സഹമായിട്ടുള്ള വഴിയാണല്ലോ ഗൈസ്, ദുസ്സഹമായിട്ടുള്ള വഴി. അടിപൊളി, നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, നല്ല ഭംഗിയുള്ള. എനിക്ക് ഭംഗി ചിലപ്പോൾ ഈ ഇലക്ട്രിക്കൽ വണ്ടി ആയതുകൊണ്ട് ഈ ഭാഗത്ത് ചിലപ്പോൾ കയറൂല. അത് അത്ര പവറുള്ള വണ്ടിയല്ലേ. പക്ഷേ ഇത് എല്ലാം കയറി പോകുന്നുണ്ട്. നല്ലൊരു 1.5 വളവും 1.5 ഹൈറ്റിലേക്കാണ് കയറി പോകുന്നട്ടാ. ഗൈസ് ഇവിടെ ആന ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഗൈസ്, ഒന്നും പറയാൻ പറ്റൂല ഗൈസ്. അപ്പൊ ആക്ച്വലി ബങ്കി എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നഷ്ടം ഇവിടെ. കാരണം ബങ്കി ഈ റൂട്ടിലൊന്നും കയറി വരൂല, അപ്പൊ നമുക്ക് നഷ്ടാണ്. നമ്മള് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ബൈക്ക് എടുക്കുക. ബൈക്ക് എന്നല്ല പറയാം, മോട്ടർ എന്നാ കേട്ടോ പറയാ, മോട്ടോർ സൈക്കിൾ മോട്ടർ. അപ്പൊ ആ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതെടുത്തു കഴിഞ്ഞാൽ എല്ലാ മലയും കൊന്നും കയറാം, നമുക്ക് എല്ലായിടേക്കും പോവുകയും ചെയ്യാം. ഒരു ഫാന്റാസ്റ്റിക് വ്യൂ ഗേസ്, അടിപൊളി വ്യൂ ഗേസ്. എന്റെ മോനെ കുത്തനെകൾ ഇറക്കാന്നല്ലോ ഗേസ്. അത് കേട്ടാ, നമുക്ക് കടല് കാണാൻ എടുത്ത്. എന്റെ മോനെ നല്ല കുത്തൻ. നമ്മൾ അതിലേ കയറിയിട്ട് ഈ ഹൈവേ മേലേക്ക് ഇറങ്ങി കേട്ടോ. ഈ ഒരു ഐലൻഡിൽ പോലും ഇവരെ റോഡ് കണ്ട, റോഡ് നല്ല കട്ടയെല്ലാം വെച്ചിട്ട് നല്ല ലൈനൊക്കെ ഇട്ട് കിടുവാക്കിയ റോഡുകൾ കേട്ടോ. എന്ത് ഭംഗിയാന്നറിയോ ഈ റോഡ് കാണാൻ. ഓ ഗേസ്, നമ്മൾ വേറൊരു ബീച്ചിലെത്തിയിരിക്കുന്നു ഗേസ്. ഇവിടെ എൻഡാണ് ഗേസ്. നമ്മൾ ആക്ച്വലി വന്ന ബീച്ചൊന്നുമല്ല, ഇവരെല്ലാം ഈ ഒരു ഭാഷയിൽ എഴുതിയോണ്ട് ഏതാ ബീച്ച് എന്നൊന്നും തിരിയുന്നില്ല. അവിടെ ഭാഗത്തൊരു മാപ്പ് ഉണ്ട്, നമുക്ക് ഇത് നമ്മളിപ്പോൾ ഉള്ള പൊസിഷൻ നമുക്ക് നോക്കാം. അല്ല ഇവരെല്ലാം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ, ഈ കോലാൻ ഐലൻഡിലെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷനാണ് അത് തോങ് ലാങ് ബീച്ച്, അതുപോലെ ടാ യായ് ബീച്ച്, തവീൻ ബീച്ച്. ഓക്കെ, തവീൻ ബീച്ചാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ള ബീച്ച്. പിന്നെ സാങ്വാൻ ബീച്ച്, ഥയാൻ ബീച്ച്, സാമേ ബീച്ച്, പിന്നെ കുറച്ച് കാറ്റാടി പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു. അത്രയും അട്രാക്ഷൻസാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അവിടെ ഒരു ചെറിയൊരു പാലം പോലെയുണ്ട്, ആ പാലത്തിൻ്റെ അടുക്കുന്ന അവിടെ സെയിം ബീച്ച്. ഓക്കെ അവിടെ ഒരു പേരുണ്ട് കേട്ടോ, ഞാൻ കുറേ നേരമായി പേര്. ടിയാനാറ ബീച്ച് അതായിരിക്കും അതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് ബീച്ച്. നമുക്ക് സ്നോർക്കലിംഗ് ചെയ്താലോന്നുണ്ട്. സ്നോർക്കലിംഗ് ഒരാൾക്ക് വന്നിട്ട് 300 ബാത്തായി ഇവർ പറയുന്നത്. മുത്തു ചെയ്യുമെന്നറിയില്ല. മുത്തു കൂട്ടിയിട്ട് നമ്മൾ ഇവിടെ ലാസ്റ്റ് ചോദിച്ചപ്പോൾ 900 അല്ല ഒരു 800 ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ആ നെതർലാൻഡിൽ നമ്മൾ വന്ന സ്ഥലത്ത് വന്നിട്ട് തവീൻ ബീച്ചിൽ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇടത്ത് ഭാഗത്തേക്ക് ഒരു ഒന്നാമത് ഇവന്മാരെ ഭാഷയിൽ എഴുതി എങ്ങനെയാണോ തിരിയ ഇത് സ്ലിപ്പറി റോഡ്, വേ ഡൗൺ, ഡോൺ ഗോ സ്ട്രൈറ്റ്. ഓക്കെ. ഇതല്ല ഈ ഭാഗത്തെല്ലാം റെസിഡൻഷ്യൽ ഏരിയയിലുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്ന വീടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഭാഗത്തായിട്ട് ഒരു ബീച്ച് ഉണ്ട്, നുവൽ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ച് ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം, നുവൽ ബീച്ച്. അപ്പൊ ഈ ഭാഗത്തായിട്ട് നാൻ ബാൻ പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോട്ട് ചെട്ടിയുണ്ട്. വാട്ട് മൈ സാമ്പ്രാൻ എന്തെന്നൊന്നും അറിയില്ല. തവീൻ ബീച്ച് നമ്മൾ വന്ന ബീച്ചാട്ടോ അത്. അങ്ങോട്ട് പിന്നെ ഒരു വേറെ ബീച്ചാണ്. അങ്ങോട്ടേക്ക് പോയാൽ നുവൽ ബീച്ച് ഉണ്ട്, നുവൽ ബീച്ചിലേക്ക് പോകാം. നുവൽ ബീച്ച് വ്യൂ പോയിന്റ് ഇട്ടോ അവിടെ ആയിട്ടോ. നല്ല രസമില്ല മലഞ്ചെരുവ്.
അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു മല, മലേന്റെ സൈഡിലുള്ള കളറും അതേപോലെ തന്നെ ഈ പച്ചപ്പുല്ലിൽ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. അടിപൊളി സ്ഥലം. ആ മേലെ ഒരു വയലറ്റ് കളറൊക്കെ കാണുന്നവർ എന്തോ ഒരു സംഭവങ്ങൾ മേലെ കാണുന്നുണ്ട്. അത് വയലറ്റ് കളറാണത്. ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ വേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യം റോഡ്. അത് നീറ്റായിട്ട് പോകും, നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. അത്രയും ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ട് എന്താ നീറ്റില് ഇവർ കൊണ്ടുനടക്കുന്നത്. അപ്പൊ ഒരു നെക്സ്റ്റ് ബീച്ചിലെത്തിയിട്ടുണ്ട് നമ്മള്. ഇതിന്റെ പേരാണ് നുവാൽ ബീച്ച്. സെയിം നീ പറഞ്ഞ റെഡിയാണ്. നമ്മൾ ആ ഒരു ബീച്ചില്ലേ, മെയിൻ ബീച്ച് നമ്മൾ വന്ന തവീൻ ബീച്ചാണ്. അത് തന്നെയാണ് മെയിൻ ബീച്ച്. ഇവിടെ ആക്ടിവിറ്റീസ് തുടങ്ങുന്നത്രേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റിന് ഒരു ടൈമല്ല ഇത്. അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ കുറവെന്ന് തോന്നുന്നു. കുറച്ച് ടീമൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. മാറിക്കഴിഞ്ഞാൽ നമുക്കും കൂടി ഫോട്ടോസ് എടുക്കാമായിരുന്നു. ആ പട്ടിക്കുട്ടിയായി താത്താൻ ഇടങ്ങാറാക്കുന്നത്. ഹായ്, നത്തിങ്. അവിടെ ഈ ഒരു സംഭവങ്ങൾ ഒക്കെയാണ് കാണാനുള്ളത്. നമുക്ക് ആ സ്ഥലത്തൊക്കെ കുറേ കെട്ടിടമൊക്കെ കാണുന്നില്ല. അതാണ് നമ്മളെ മെയിൻ ലാൻഡ് പട്ടായ. ഓക്കെ, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളുണ്ട്. 100 ബാത്ത് കൊടുത്താൽ നമുക്കിവിടെ കുറച്ചൊരു 1 അവർ നമുക്ക് റിലാക്സ് ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. മെയിനായിട്ട് ആ തവീൻ ബീച്ചിൽ മാത്രമാണ് കേട്ടോ നല്ല റഷായിട്ട് ആൾക്കാരുള്ളത്. ഇവിടെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ ആൾക്കാർ വളരെ കുറവാണ്. ചിലപ്പം നമ്മളൊരു 9-9:30 മണി ഒരു ടൈമായത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ആൾക്കാർ കുറവുള്ളത്. ആൾക്കാർക്ക് വരുന്നതേ ഉള്ളൂ. കുരങ്ങനെ കണ്ടോ ഗേസ്? ഓ, അദ്ദേഹം അല്പം വെള്ളം കുടിക്കുകയാണ്. ഈ നുവൽ ബീച്ച് എന്നുള്ളത് ഏക തെളിവ് അത് മാത്രം കേട്ടോ. ഏകദേശം കേരളം പോലെ തന്നെ ഉണ്ട്. ഇതാണ്ട നമ്മളെ മുന്നിലൊരു ബഗ്ഗി വരുന്നുണ്ട്. ബഗ്ഗി ഇഷ്ടംപോലെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ നേരത്തെ കണ്ടൊരു വ്യൂ പോയിന്റ് ഇല്ലേ, അതാണ് അത്. ആ കാണുന്നതാണ് വ്യൂ പോയിന്റ്. നമുക്ക് അവിടത്തേക്കാണ് നെക്സ്റ്റ് പോകേണ്ടത്. അതാണ്ട അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ വരുന്ന പോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് നല്ല ഏതെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യാം. കാരണം വെച്ചാൽ ഇല്ലെങ്കിൽ നല്ല വെയിലുണ്ട്, നല്ലോണം കറുപ്പ്, നല്ലോണം ടാൻ അടിച്ചിട്ട് നല്ല കറുപ്പ് ബ്ലാക്കായി പോകും. അപ്പം നമ്മൾ ഈ ഐലൻഡ് പോവുകയാണെങ്കിൽ ഇത് സംഭവമാണല്ലോ. വളരെ കേറ്റാണ്ട് ഇത്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മൾ നേരത്തെ അവിടെ ഒരു കാറ്റാടിപ്പാടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കണ്ടില്ലേ, ആ ഒരു ലൊക്കേഷനാണ് ഇത്. കാറ്റാടിപ്പാടങ്ങൾ കണ്ടോ? കാറ്റാടിപ്പാടം നമ്മളെ നാട്ടിലത്തെ അത്ര വലിപ്പമൊന്നുമില്ല, ചെറിയ മോഡൽ കാറ്റാടിപ്പാടം. അപ്പോൾ നമ്മളിവിടെ ഒരു ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഹൈറ്റിലായിട്ടാണ് ഉള്ളത്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അതാ ഡേഞ്ചറസ് ബെൻഡൊക്കെയാണ്, വീണ് കഴിഞ്ഞാൽ അതേപോലെ പൊട്ടു എന്നൊക്കെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇതാ നമുക്കിതിൻ്റെ മേളിൽ കയറി നോക്കാം. അപ്പോൾ കിണ്ണം കാച്ചിയൊരു വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പട്ടായൻ്റെ നല്ല കിട്ടീലമായിട്ടുള്ളൊരു സൈറ്റ് ഇവിടുന്ന് കിട്ടും. സീനായിട്ടുള്ള വൈബ് സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല എനിക്ക് തോന്നുന്നു നല്ല ഈ ഭാഗത്ത് ഏറ്റവും മലേൻ്റെ ഏറ്റവും ടോപ്പിലാണുള്ളത് നമ്മളിപ്പോൾ. അതിൻ്റെ മുന്നിലൊരു ചെറിയ നമ്മൾ ആ വഴികളിലൂടെ ഇങ്ങനെ പോയിട്ട് നമ്മൾ ആ ഒരു ബീച്ച് പോയില്ലേ, നുവൽ ബീച്ച്. ആ നുവൽ ബീച്ചിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം അതിൽ നിന്ന് നുവൽ ബീച്ചിൽ പോയിട്ട് വരുന്ന ആൾക്കാരൊക്കെ അത് ഒരു പൊട്ടുപോലെ കാണുന്നില്ലേ, അതാണത്. മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഗൈസ്, മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഇതിൻ്റെ ചുറ്റിലും ഒരു വ്യൂ പോയിന്റിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കോറൽ ഐലൻഡിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു സൈറ്റ് സീനിലുള്ളത്. നമ്മൾ ചുറ്റിലും കുറേ നമുക്ക് ചെറിയ ചെറിയ ദ്വീപുകളൊക്കെ കാണാം. അത് കണ്ട അവിടെ അതിലൊരു സ്പീഡ് ബോട്ട് പോകുന്നണ്ട, നല്ല നല്ല വെള്ളത്തെ കീറി കുറിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വ്യൂ ഉണ്ട്. ഇതിന് വഴിയുണ്ട്, ഇവര് ചുറ്റിലും വഴിയാക്കിയിട്ടുണ്ട്, അതാണ് പൊളിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്ത് കുറേ നമ്മൾ പോയിട്ടുള്ള കുറേ ബീച്ചുകൾ, ഈ ഐലൻഡിന്റെ കുറേ ഭാഗങ്ങളും ഫുള്ളും ഇവർ 7ഓളം ബീച്ചുകൾ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ബീച്ചിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടുന്നാണ് കേട്ടോ. വേറൊരു ബീച്ച് കണ്ടാ, ഒരു ബീച്ച്
എനിക്ക് തോന്നുന്നത് ആ ബീച്ചിലായിട്ടൊന്നും പോവാത്ത, ബാക്കിയെല്ലാം ഏകദേശം ബീച്ചിൽ പോയിട്ടുണ്ട്. എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ നട സാധനം റിസോർട്ട് പോലത്തെ ഒരു സാധനമാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഭാഗത്തായിട്ട് കാറ്റാടിപ്പാടങ്ങൾ കണ്ട. എനിക്ക് തോന്നുന്ന ഇവിടെ ഏകദേശം എല്ലാ വൈദ്യുതിയും ഈ ഒരു കാറ്റാടിപ്പാടം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആ ഭാഗത്തായിട്ട് കപ്പൽ കണ്ട, ചരക്ക് കപ്പലാന്ന് തോന്നുന്നു. നല്ല ബെൻഡാട്ട ഇത്. ഈ ഒരു സംഭവം ഇവിടെ കുറേ സ്ഥലത്ത് കാണുന്നുണ്ട്. എന്തോ സംഭവമാണ്. ഒരു പാർക്ക് പോലെയും കാണുന്നുണ്ട് സൈഡിൽ. വളരെ ശ്രദ്ധിച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ കേട്ടോ. നല്ല കുത്തനുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും. ഇത് വേറെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. വീട് കണ്ട അവിടെ ഒരു റിസോർട്ട് കണ്ട. നമുക്കിവിടെ ഒരു വ്യൂ പോയിന്റ് കൂടിയുണ്ട്. കുറച്ച് കയറണം. നമുക്ക് പട്ടായയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ ഇവിടുന്ന് കാണാം. അപ്പം നമുക്കിതിലേ കയറിയിട്ട് വേണം ആ ഒരു ഭാഗത്തേക്ക് പോകാം. അയ്യോ, ഇതൊരു ഒടുക്കത്തെ കയറ്റാൻ ഇത്തിരി പണിയുണ്ട് കയറി വരാൻ. അയ്യോ, ഇത് കിടുവാട്ടാ. ഇത് കിടുവാന്ന് മോനെ. ഇതങ്ങനെ കയറി അങ്ങ് പോവാ. നല്ല ചെങ്കുത്തായ കയറ്റാട്ടാ. ശരി, നല്ല മെനക്കേടുണ്ട് ഈ ഭാഗത്തായിട്ട് കയറാൻ. അധികം ആൾക്കാരൊന്നും ഇങ്ങോട്ട് കയറലില്ലാന്ന് തോന്നുന്നു. കാരണം നല്ലോണം ടയർഡായി പോകുന്നുണ്ട്. കാരണം നല്ല ചെങ്കുത്തായിട്ടുള്ള കയറ്റ. അമ്മോ, അയ്യോ ടയർഡായി. ഇവിടെ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ കണ്ടോ. നല്ല കിടിലൻ ഡ്രെയിനേജ് സിസ്റ്റമാണ് ഇത്. നോക്കിയ കേസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലെത്തി. മേലെത്തിയിട്ടുണ്ട്. താഴത്ത് നമ്മൾ നേരത്തെ ആ ഭാഗത്ത് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പട്ടായൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. വ്യൂസ് നല്ല അടിപൊളി. പട്ടായ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ കാണാം. വേറൊരു ഐലൻഡ് അവിടെ ഭാഗത്തുണ്ട്, അതും നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പം മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ്. പക്ഷെ കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ വന്ന വഴിയാണിത്. നല്ല കിടിലം വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കയറാൻ വലിയ പണിയാണ്. നമ്മൾ നേരത്തെ കാറ്റാടിപ്പാടം ആ ഭാഗത്താണ് നമ്മൾ ഈ ബീച്ചിനെ കണ്ടിട്ടുള്ളത്. ഈ ബീച്ചിൽ കുറേ ആൾക്കാർ ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഷേപ്പ് കണ്ടില്ലേ ആ ഒരു ബീച്ചിൽ, അതാണിത്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ബനാന റൈഡും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. എല്ലാ ബീച്ചിലും റൈഡ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം നടന്നു, ഈ ബൈക്ക് സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ നേരം സ്റ്റക്കായിട്ടിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ഒരു സ്വദേശിയായിട്ടുള്ള ഒരു ചങ്ങായി വന്നിട്ട് പറഞ്ഞാന്ന് നമ്മൾ ലേഡി. ഇത് സംഭവം വെച്ചാൽ ഇതിൻ്റെ സ്റ്റാൻഡില്ലേ, ഇതിൻ്റെ സ്റ്റാൻഡ് ജസ്റ്റ് ഒരു ഫുള്ളായിട്ട് ഇടാണ്ട് അതെ. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു അടിപൊളി ഒരു ബീച്ച്, നമ്മളെ മെയിൻ ആയിട്ടുള്ള തവീൻ ബീച്ച്, നമ്മൾ ഇറങ്ങിയിട്ടുള്ള തവീൻ ബീച്ചിൻ്റെ അതിമനോഹരമായിട്ടുള്ള നമുക്കൊരു കാഴ്ച കാണാം. ഇതാണ് തവീൻ ബീച്ച്. കിടുവല്ലേ മക്കളെ, കിടുവല്ലേ. ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഒരു വ്യൂ പോയിന്റ് തവീൻ ബീച്ചിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വിഷ്വലാണ് നമുക്ക് കാണുന്നത് ഗൈസ്. എൻ്റെ മോനെ, ഏത് ജാതി അടിപൊളി പോലെ അടിപൊളി, ജാതി രസമാണ്. ബ്യൂട്ടിഫുൾ പൊളിക്കം. നമ്മൾ അതിലൊക്കെ ബൈക്ക് കൊണ്ട് പോയ ഫസ്റ്റ് തന്നെ നമ്മൾ ബൈക്ക് കൊണ്ട് പോയ വഴിയാണ്. ഇപ്പം ഇതിൽ നിറഞ്ഞ് കവിഞ്ഞ് ആൾക്കാർ എങ്ങനെ കിടക്കുവാണ്. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ആയിട്ട് ആൾക്കാർ ഫുള്ള് എൻജോയ്മെൻറ്റ്. നമുക്ക് ഈ വണ്ടി അവിടെ ഇനി കൊടുത്തിട്ട് ഈ ബുദ്ധൻ്റെ ഒരു ടെമ്പിൾ ഉണ്ട് ഇവിടെ, അവിടെ പോയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നതാണ് ഗേസ്. അപ്പോൾ നമ്മളക്ക് നെക്സ്റ്റ് ബുദ്ധൻ്റെ ഈ ടെമ്പിളിലേക്ക് പോകാം. അപ്പോൾ ഗേസ്, എങ്ങനെയുണ്ട് കാഴ്ചകളും? മനോഹരമല്ലേ, അടിപൊളിയല്ലേ? ഇതൊക്കെ തവീൻ ബീച്ച്. അതെ ഒരു പ്രാവശ്യം നമ്മളിവിടെ വരുന്നുണ്ട്. പട്ടായ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കുക വേറൊരു കാറ്റഗറി. പക്ഷെ അതൊന്നല്ല. പട്ടായയുടെ ഭംഗി എന്ന് പറയുന്നത് വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും
സൂപ്പറാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മളെല്ലാരും ഒരു വേറൊരു കണ്ണിലൂടെയാണ് ഫാമിലി ആയിട്ട് വരേണ്ട ഒരു സ്ഥലമായത്. ശരിക്കും ഫാമിലി ആയിട്ട് വരേണ്ട ഒരു സ്ഥലം. ഈ ഭാഗത്ത് ഒരു ബുദ്ധയുടെ ഒരു വലിയൊരു സ്റ്റാച്ചു ഉണ്ട്, ഇത് കണ്ട. അപ്പോൾ അവിടെ ഇവരെ ഒരു ടെമ്പിളും ഉണ്ട് ഇവിടെ. ഇത് വന്നിട്ട് 150 മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് 150 മീറ്റർ ഹൈറ്റിൽ നമുക്ക് നമ്മളെ ഇറങ്ങിയ ബീച്ച് തവീൻ ബീച്ചിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച ഇവിടെ നമുക്ക്. ഈ ഭാഗത്ത് ബുദ്ധൻ്റെ കുറേ മോഡൽ പ്രതിമകളുണ്ട്. ഇവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ഇവർ മെയിൻലി ഇവിടെ ബുദ്ധൻ്റെ ഒരു റിലീജിയനാണ് ഇവിടെ തായ്ലാൻഡിൽ. നമ്മളപ്പോൾ വണ്ടിയൊക്കെ കൊടുത്ത് നമ്മൾ സ്കൂട്ടറൊക്കെ കൊടുത്ത് നമ്മൾ അങ്ങനെ ബീച്ചിൽ വന്നിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇതാ ബീച്ചിലെ ആക്ടിവിറ്റീസിലെല്ലാം ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. എൻ്റെ മോനെ, ഇവിടുത്തെ വെള്ളത്തിൻ്റെ ക്ലിയർ നോക്കിയ ഏത് ലെവല് ഗൈസ്, അടിപൊളി ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് ഗൈസ്. സാലിയും മോനും കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്, തകർക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഈ കബാബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കഷ്ണാക്കിയിട്ട് താങ്ക് യു നമുക്ക് ചൂടാക്കിയിട്ട് തരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൊലാൻ ഐലൻഡിലല്ലേ, ഇനിയിപ്പം മെയിൻ ലാൻഡിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പം തൽക്കാലത്തേക്കൊരു കഷ്ണം ചിക്കൻ വാങ്ങിച്ചു. കഴിച്ചു. ഓക്കെ, കഴിച്ചു. Echi. How much for this? How much for this? How much? 300. 300. അപ്പുറത്തെ പീടിയിൽ 300, ഇവിടെ 200. പോലീസാ ഒരു ലാസ്റ്റ് എത്രയാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഔട്ട്ലെറ്റിൽ 7 ഔട്ട്ലെറ്റിൽ നമുക്ക് നല്ല ചീപ്പ് റേറ്റിൽ സാധനം കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് ജ്യൂസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാ സാധനവും കിട്ടും കേട്ടോ, കുപ്പി അടക്കം കിട്ടുന്നത്. ചിപ്സ് വേണ്ട പുത്തു? ചിപ്സ് വേണ്ട? ചിപ്സ് വേണ്ട? അപ്പോൾ ഒരു അടുത്തൊരു 90 കൂടി കൊടുത്തിട്ട് നമ്മൾ റിട്ടേൺ പോവുകയാണ് ഗേസ്. കോലാൻ, പട്ടായ ടു കോലാൻ തവീൻ. അപ്പോൾ നമ്മളിതിൽ കയറിയിട്ട് ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കോലാൻ ആ ഒരു ദ്വീപിനോട് നമ്മൾ വിട്ടിട്ട് പോവാന്ന്. ഇത്രയും വെള്ളം അതിൽ കയറും കേട്ടോ. ഈ ഒരു പൊറ്റ് കാണുന്നില്ല, അതുവരെ വെള്ളം കയറും. അത്ര ഹൈറ്റിൽ ഈ വെള്ളം ഉണ്ടാവും. അപ്പോൾ കോലാനിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വരുന്ന നേരം നമുക്ക് 6:30 മണിക്കും 7 മണിക്കൊക്കെ നമുക്ക് എന്തുണ്ട്, ഫെറി ഉണ്ട്. പക്ഷെ റിട്ടേൺ ഫെറി എന്ന് പറയുന്നത് നമുക്ക് 1 മണി 2 മണി 3 മണി ആ ഒരു മണിക്ക് ശേഷം. അപ്പം നമ്മൾ തിരിച്ച് പട്ടായ എത്താനായി. നമ്മുടെ പട്ടായ ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ കാണുന്നുണ്ട്.
പട്ടായ സിറ്റി. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ പോകേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്തിൽ ആ ഒരു ടവറൊക്കെ കാണുന്നത് അവിടെയാണ് നമുക്ക് ഒരു ഈ പട്ടായയുടെ സിറ്റീൻ്റെ കറക്റ്റ് ഒരു വ്യൂ, പട്ടായ സിറ്റി വ്യൂ നമുക്കത് അവിടെ നിന്ന് കാണാം. ഈ ബീച്ചിൻ്റെ ഒക്കെ നമുക്ക് വ്യൂ അവിടെ നിന്ന് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറം തന്നെയാണ് നമുക്കെന്ത് ബിഗ് ബുദ്ധ ടെമ്പിൾ. നമുക്ക് ആദ്യം ബിഗ് ബുദ്ധ ടെമ്പിൾ പോവാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ വന്നിട്ട് ഈ സൈറ്റ് സീൻ കണ്ടിട്ട് നമുക്ക് സാങ്ച്വറി ഓഫ് ട്രൂത്തിൽ പോവാം. ഓക്കെ.